കഴിഞ്ഞ വർഷാവസാനം വൻ പ്രതീക്ഷയിൽ തിയേറ്ററിലെത്തിയ മോഹൻലാൽ മൂവിയായ ബറോസിൻ്റെയും അതോടൊപ്പം ഈ വർഷം ആദ്യം വലിയ പ്രതീക്ഷയോടുകൂടെ തിയേറ്ററിൽ എത്തിയ ഐഡന്റിറ്റി എന്ന ചിത്രത്തിൻ്റെയും പുത്തൻ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 100 കോടിയോളം ബഡ്ജറ്റിൽ ലാലേട്ടനെ തന്നെ നായകനാക്കി സംവിധാനം ചെയ്ത ബറോസ് എന്ന ചിത്രത്തിൻ്റെ 13 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചിത്രത്തിന് 13 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം നേടാൻ വേണ്ടി സാധിച്ചത് 10 കോടി 80 ലക്ഷം രൂപ. ഒരു വെക്കേഷൻ സീസണിൽ തിയേറ്ററിൽ എത്തിയിട്ട് പോലും ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഡിസാസ്റ്റർ എന്ന പട്ടമാണ് ബറോസ് എന്ന ചിത്രത്തിന് 2024 നേടാൻ സാധിച്ചത്. 12ാം ദിവസമായ ചിത്രത്തിന് 2ാം ഞായറാഴ്ച ആകെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടാൻ സാധിച്ചത് 28 ലക്ഷത്തോളം രൂപ. വലിയ ബഡ്ജറ്റ് കൊണ്ട് സിനിമ ചെയ്ത് തിയേറ്ററിൽ ഹിറ്റടിക്കാൻ പറ്റുമെന്നുള്ള തോന്നലുണ്ടെങ്കിൽ ആ ഒരു തോന്നലിൽ സിനിമ തിയേറ്ററിൽ എത്തിച്ചിട്ട് യാതൊരുവിധ കാര്യവുമില്ല. ചെറിയ ബഡ്ജറ്റിലുള്ള സിനിമകളാണെങ്കിൽ കൂടെ പ്രേക്ഷകനെ രസിപ്പിക്കുന്ന, പ്രേക്ഷകനെ എൻഗേജിംഗ് ആക്കി നിർത്തുന്ന ഘടകം ആ ഒരു സിനിമയിൽ ഉണ്ടെങ്കിൽ മാത്രമേ തിയേറ്റർ സക്സസ് കിട്ടൂ എന്നുള്ളതാണ് വലിയ ബഡ്ജറ്റിൽ എത്തി പൊട്ടിപ്പോകുന്ന സിനിമകൾ നമുക്ക് കാട്ടിത്തരുന്നത്. ഈ വർഷം ആദ്യം തിയേറ്ററിൽ എത്തിയ മറ്റൊരു ബിഗ് ബഡ്ജറ്റ് മൂവിയായിരുന്നു ഐഡന്റിറ്റി എന്ന് പറയുന്ന ചിത്രം. ടൊവിനോ തോമസ്, തൃഷ, വിനയ് റായ് അങ്ങനെ ഒരു വലിയ താരനിര ഭാഗമായ ചിത്രം മലയാളത്തിന് പുറമെ തമിഴ് ലാംഗ്വേജിലും ഡബ് ചെയ്ത് തിയേറ്ററിലെത്തിയ സിനിമയ്ക്ക് കാര്യമായിട്ടുള്ള വലിയ കളക്ഷനിലേക്ക് എത്തപ്പെടാൻ സാധിച്ചിട്ടില്ല. ചിത്രത്തിന്റെ 5 ദിവസത്തെ കളക്ഷൻ പുറത്തു വരുമ്പോൾ കേരളത്തിൽ നിന്നും 6 കോടി 40 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ടോട്ടൽ കളക്ഷൻ. ബറോസ് പോലെ ഒരു ദുരന്ത സ്റ്റാറ്റസ് ഒന്നും ഐഡന്റിറ്റി എന്ന ചിത്രത്തിന് കിട്ടിയില്ല. ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ, സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയ സമയത്താണ് സിനിമ കുറച്ച് കയ്യിൽ നിന്നും പോയത്, പ്രേക്ഷകന് ഒരു നെഗറ്റീവ് അഭിപ്രായം വന്നത് എന്നൊക്കെയാണ് സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ അവകാശപ്പെട്ടത്. പോസിറ്റീവും നെഗറ്റീവും ഉൾപ്പെടെ മിക്സഡ് അഭിപ്രായം കിട്ടിയ ഐഡന്റിറ്റി എന്ന ചിത്രം തിയേറ്റർ കളക്ഷനും കൊണ്ട് ബോക്സ് ഓഫീസിൽ സേഫ് ആവില്ല എന്നതാണ് ചിത്രത്തിന്റെ 5 ദിവസത്തെ കളക്ഷൻ കൊണ്ട് നാം മനസ്സിലാക്കുന്നത്.